നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയിരിക്കുന്ന പുതുപുത്തൻ ചിത്രമായ സർവം മായ എന്ന സിനിമയുടെ താരങ്ങളുടെ പ്രായമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു കോംബോയിൽ ഒരു ചിത്രം പുറത്തു വരുന്നത്. ഈ കോംബോയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ ചിത്രങ്ങളും തന്നെ വൻപൻ ഹിറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന്. അല്ല നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോ OTT-യിലാണോ നിങ്ങൾ ഇത് കാണാനായിട്ട് പോകുന്നതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സിനിമ ക്രിസ്മസ് തൂക്കിയോ അതോ എല്ലാ തവണയും പോലെ നിവിൻ പോളിയുടെ ഒരു സാധാരണ പടമാണോ ഇതും? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ടുള്ളത് നിയാസ് ബക്കറാണ്. നിയാസ് ബക്കർ ഈ സിനിമയിൽ ഒരു ബ്രോക്കറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിയാസ് ബക്കറിൻ്റെ പ്രായം 42 അടുത്തത് വിജിലേഷ് കാരിയാടാണ്. വിജിലേഷ് കാരിയാട് ഈ സിനിമയിൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിജിലേഷ് കാരിയാടിൻ്റെ പ്രായം 42 അടുത്തത് വിജീഷാണ്. വിജീഷ് ഈ സിനിമയിൽ ഒരു പരികർമ്മിയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിജീഷിൻ്റെ പ്രായം 43 അടുത്തത് ശ്രീകാന്ത് മുരളിയാണ്. ഈ സിനിമയിൽ ഒരു ജോത്സ്യനായിട്ടായിരുന്നു ശ്രീകാന്ത് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ശ്രീകാന്ത് മുരളിയുടെ പ്രായം 54 അടുത്തത് അൽഫോൺസ് പുത്രനാണ്. ഈ സിനിമയിൽ ഡോക്ടർ റാഫേൽ എന്നൊരു കഥാപാത്രമായിരുന്നു അൽഫോൺസ് പുത്രൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അൽഫോൺസ് പുത്രൻ്റെ പ്രായം 41 അടുത്തത് രശ്മി ബോബനാണ്. ഈ സിനിമയിൽ അവിനാശ് എന്നൊരു കുട്ടിയുടെ അമ്മയായിട്ടായിരുന്നു രശ്മി ബോബൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ രശ്മി ബോബൻ്റെ പ്രായം 41 അടുത്തത് അൽതാഫ് സലീമാണ്. ഈ സിനിമയിൽ ഒരു ഡെലിവറി ബോയ് ആയിട്ടായിരുന്നു അൽതാഫ് സലീം അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അൽതാഫ് സലീമിൻ്റെ പ്രായം 32 അടുത്തത് ജയാ കുറുപ്പാണ്. ജയാ കുറുപ്പ് ഈ സിനിമയിൽ രൂപേഷ് എന്ന ഒരു കഥാപാത്രത്തിൻ്റെ, അതായത് നമ്മുടെ അജു വർഗീസിൻ്റെ അമ്മയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 48 ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് കാലത്ത് നിങ്ങൾ ഏതൊക്കെ സിനിമകളാണ് കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഏറ്റവും വമ്പൻ ചിത്രം ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തത് മെതിൽ ദേവികയാണ്. മെതിൽ ദേവിക ഈ സിനിമയിൽ ആനി എന്നൊരു കഥാപാത്രമാണെന്ന് അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മെതിൽ ദേവികയുടെ പ്രായം 48 അടുത്തത് വിനീത് രാധാകൃഷ്ണനാണ്. വിനീത് രാധാകൃഷ്ണൻ ഈ സിനിമയിൽ മാത്യു മാഞ്ഞൂരാൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിനീതിൻ്റെ പ്രായം 56 അടുത്തത് മധു വാര്യരാണ്. മധു വാര്യർ ഈ സിനിമയിൽ നമ്മുടെ നിവിൻ പോളിയുടെ ചേട്ടനായിട്ടുള്ള ദീപു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 49 അടുത്തത് രഘുനാഥ് പാലേരിയാണ്. ഈ സിനിമയിൽ നീലകണ്ഠൻ നമ്പൂതിരി എന്ന നിവിൻ പോളിയുടെ അച്ഛൻ എന്നായിട്ടുള്ള കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 71 അടുത്തത് അർജുൻ അജിത് കുമാറാണ്. ഈ സിനിമയിൽ ശ്രീരാഗ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അരുണിൻ്റെ പ്രായം 25 അടുത്തത് പ്രീതി മുകുന്ദനാണ്. പ്രീതി മുകുന്ദൻ ഇതിൽ സാധ്യ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രീതി മുകുന്ദൻ്റെ പ്രായം 24 അടുത്തത് ജനാർദ്ദനനാണ്. പ്രഹ്ലാദൻ നമ്പൂതിരി അഥവാ നിവിൻ പോളിയുടെ വല്യച്ഛനായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജനാർദ്ദനൻ്റെ പ്രായം 79 അടുത്തത് പ്രിയ വാര്യരാണ്. പ്രിയ വാര്യർ ഈ സിനിമയിൽ ഒരു ഫ്ലൈറ്റ് പാസഞ്ചറായിട്ട് ഒരു ക്യാമിയോ റോളിൽ വന്നിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രിയ വാര്യരുടെ പ്രായം 26 അടുത്തത് അജു വർഗീസാണ്. അജു വർഗീസ് ഈ സിനിമയിൽ രൂപേഷ് നമ്പൂതിരി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അജു വർഗീസിൻ്റെ പ്രായം 40 അടുത്തത് റിയ ഷിബു ആണ്. റിയ ഷിബു ഈ സിനിമയിൽ ഒരു പ്രേതമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ റിയ ഷിബുവിൻ്റെ പ്രായം 19 അടുത്തത് നിവിൻ പോളിയാണ്. നിവിൻ പോളി ഈ സിനിമയിൽ പ്രഭേന്ദു നമ്പൂതിരി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ നിവിൻ പോളിയുടെ പ്രായം 41 അപ്പോൾ സർവമായ എന്ന സിനിമയിലെ താരങ്ങളുടെ പ്രായമാണ് നമ്മളിപ്പോൾ കണ്ടിരുന്നത്. സർവമായ ഒരു ഹൊറർ കോമഡി ഫാൻറ്റസി ത്രില്ലർ സിനിമയാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത നിവിൻ പോളിയുടെ കഥാപാത്രമായ പ്രഭേന്ദു നമ്പൂതിരി
ഒരു അത്ഭുതകരമായ രഹസ്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കഥയായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഏത് താരത്തിൻ്റെ പ്രകടനമാണ് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി തോന്നിയത്? അതോ അജു വർഗീസ് നിവിൻ പോളിയുടെ ആ കോമ്പോയിലുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിനിമയുടെ താരങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അത് വളരെയധികം സപ്പോർട്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.